Good morning. Okay. സുഖാണോ എല്ലാവർക്കും? Good morning. സുഖം. Okay. നമ്മൾ എത്ര വരെയാ? ഫിഫ്ത് ഫോർമുല വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് എന്ത്? Percentage of inpatient developing adverse drug reactions. എന്താണ് adverse drug reaction എന്ന് പറഞ്ഞാല്? അറിയോ എന്താണെന്നുള്ളത്? Adverse drug reaction. Adverse drug reaction is a response to a drug which is toxic and unintentional and which happens at thus normally used in man for prophylaxis, diagnosis and therapy of diseases or for the modification of physiological function. Okay. അപ്പൊ എന്ത് ഇവിടെ പറയുന്നത്? ഇൻപേഷ്യൻസ് അല്ലെ? ഇൻപേഷ്യൻസ് ആരാണ്? ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാല് ആര്? ഇൻപേഷ്യൻസ് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ? ഓക്കെ. അഡ്മിറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മള് ഡ്രഗ് റിയാക്ഷൻസ് വരാം. എങ്ങനെ വരാം? ഒരു ഇൻപേഷ്യൻസിന് നമ്മള് എന്താണ് അവരുടെ ബോഡിയിലേക്ക് നമ്മള് ഈ ഡ്രഗുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ശരീരം ടോക്സിക് ആണെന്ന് കരുതിയിട്ട് ശരീരം റിയാക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഒരു പേഷ്യൻസിന് കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് നമ്മള് ഡ്രഗ് ഇൻജെക്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം അത് എന്തായിട്ട് കരുതുന്നുണ്ട്? ടോക്സിക് എന്ന് പറഞ്ഞാൽ വിഷത്വം. ടോക്സിക് എന്ന് കരുതിയിട്ട് ശരീരം അതിനെതിരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്? ഒന്നെങ്കിൽ എന്താണ്? രോഗനിവാരണം. പ്രോഫിലാക്സിസ് എന്ന് പറഞ്ഞാല് രോഗനിവാരണം. അതുപോലെ തന്നെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ എന്താ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പിക്ക് വേണ്ടിയിട്ടോ ശാരീരിക പ്രവർത്തനങ്ങള് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടോ നമ്മള് നോർമൽ ആയിട്ട് കൊടുക്കുന്നതാവാം. അങ്ങനെ മരുന്നുകൾ കൊടുക്കുമ്പോ അവരുടെ ബോഡി അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മള് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷന്? ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വെരി ഗുഡ്. അലർജി ഉണ്ടാകുന്നത് അല്ലെ? ചിലവർക്ക് ചില മരുന്നുകളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ശരീരത്ത് തടിച്ചു പൊന്താം, ചൊറിച്ചിലുണ്ടാവാം, ചിലവർ ഛർദിക്കാം, പെട്ടെന്ന് തലകറങ്ങി വീഴാം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മള് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഫോർമുല നോക്കിയേ. ഫോർമുല: number of inpatients developing adverse drug reactions divided by number of inpatients into 100. എന്താണ്? number of inpatients developing adverse drug reaction. ഓക്കെ. ഇൻപേഷ്യൻസില് എത്ര പേർക്ക് എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്? അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ
നമ്പർ ഓഫ് ഇൻപേഷ്യൻസ്, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ഇൻപേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവരിൽ എല്ലാവർക്കും നമ്മൾ മരുന്നുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് വരണമെന്നില്ല അല്ലെ. അപ്പോ എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അവരിൽ ആർക്കൊക്കെ വന്നു, അതിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ എത്ര പേർക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേര് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇൻറ്റു 100. ഓക്കെ, നെക്സ്റ്റ് ആണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. എന്താണ് OTയുടെ ഫുൾ ഫോം? എന്താ OTയുടെ ഫുൾ ഫോം? എന്താണ് OT? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, അൺപ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അല്ലെ, OTയിലേക്ക് പ്ലാൻ ചെയ്യാതെ, അൺപ്ലാൻഡ് പ്ലാൻ ചെയ്യാതെയുള്ള തിരിച്ചുവരവ്, ആ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെയുള്ള റിട്ടേൺ, അതിന്റെ പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അൺപ്ലാൻഡ് റിട്ടേൺ ടു ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് എനി secondary procedure needed for complication that resulted directly from the index operations during the same admission. For example, post-operative bleeding, debridement, secondary suturing embollectomy, evaluation under anesthesia, etc. അപ്പൊ ചില കാരണങ്ങൾ കൊണ്ട് ഇവിടെ എക്സാമ്പിൾ സഹിതം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങളാൽ നമ്മൾക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു രോഗി ഇപ്പോ ഓപ്പറേഷന് വിധേയമാക്കിയിട്ട് പിന്നീട് അദ്ദേഹത്തിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാതെ നമുക്ക് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോ ബ്ലീഡിങ് വരാം അല്ലെ, ബ്ലീഡിങ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ബ്ലീഡിങ് സംഭവിക്കാം. ഡീബ്രീഡിമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് അൺഹെൽത്തി ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, അൺഹെൽത്തി ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഈ ഡീബ്രിഡിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഈ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ സെക്കൻഡറി സ്വിച്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ സ്റ്റിച്ച് ഇടുന്നത് ചിലപ്പോ പൊട്ടിപ്പോവാം, അല്ലെങ്കിൽ അത് പഴുക്കാം ഇല്ലേ, പല ആളുകൾക്കും സംഭവിക്കാറുണ്ട്. എംബലോക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസിലെ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എംബലോക്ടമി. ഓക്കെ, ബ്ലഡ് വെസൽസിലെ എന്തെങ്കിലും ബ്ലോക്കുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മള് നീക്കം ചെയ്യുന്ന പ്രൊസീജിയറിനാണ് എംബലോക്ടമി എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താ ഇവാലുവേഷൻ അണ്ടർ അനസ്തേഷ്യ, അതുപോലെ തന്നെ ഇപ്പോ എന്താ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെയൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യാതെ വരുന്ന ഒരു തിരിച്ചുവരവ് റിട്ടേൺ ആണ്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. Number of unplanned return to OT divided by number of patients who underwent surgeries in the operation theatre into 100. Okay, ഇവിടെ നോക്കിയേ, number of unplanned return to OT അല്ലെ. എന്താണ് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ, അൺപ്ലാൻഡ് എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ പ്ലാൻ ചെയ്യാതെ എത്ര പേര് വന്നിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വന്ന പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് സർജറിക്ക് വിധേയമായിട്ടുണ്ട് അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, പ്ലാൻഡ് എന്താണ് ഈ ആസൂത്രണം ചെയ്യാതെയുള്ള തിരിച്ചുവരവ്, അത് എത്രയാണ്, എത്ര പേഷ്യൻസിന് അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട് അവരുടെ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേര് സർജറിക്ക് വിധേയമായിട്ടുണ്ട് ഇൻറ്റു 100. ഓക്കെ, വായിച്ചു നോക്കി രണ്ടെണ്ണം.
6 and 7 വായിച്ചു നോക്കാം കേട്ടോ. കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ, 8th വണ്ണാണ് ഇത്. അൺവാണ്ട് സർജറി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനെല്ലാം ഇങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു തരണമെന്നില്ല, നിങ്ങൾക്ക് നോക്കാം. അൺവാണ്ടഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സർജറിക്ക് വിധേയമായവരുടെ എണ്ണം.
നിങ്ങൾക്കും എന്താ ഡിക്ഷണറിയിലോ നെറ്റിലൊക്കെ നോക്കിയിട്ട് സെർച്ച് ചെയ്ത് എഴുതാട്ടോ. ഞാൻ പറഞ്ഞതെന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പെർസെന്റേജ് ഓഫ് സർജറീസ് were the organization's procedure to prevent adverse events like wrong site, wrong patient, and wrong surgeries have been adhered to. Adhered എന്ന് പറഞ്ഞാൽ എന്താ? Adherence എന്തായിരിക്കും? എന്താണ്? പാലിക്കുക കേട്ടോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഈ ചില കേസസുകൾ ഇപ്പോ സർജറിക്ക് വിധേയമാകുമ്പോ ചില സർജറി റോങ് ആയിട്ട് ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വലത് കയ്യിൽ ചെയ്യേണ്ട സർജറി ഇടത് കയ്യിൽ ചെയ്തു, അല്ലെങ്കിൽ ഇടത് കാലിൽ ചെയ്യേണ്ട സർജറി വലത് കാലിൽ ചെയ്തു, അല്ലെങ്കിൽ രോഗികള് മാറി ചെയ്തു. ഓക്കെ, പേഷ്യൻസിനൊക്കെ മാറി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇല്ലേ, കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? സർജറി മാറി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, റൈറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്തു. അതിന്റെ പെർസെന്റേജ് എന്താണ്? ഈ എന്താ തെറ്റായിട്ടുള്ള നമുക്ക് സർജറി ഇപ്പോ ചിലപ്പോ മാറിപ്പോവാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡിൽ ചെയ്തു, റൈറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്തു, അങ്ങനെ സർജറി മാറിപ്പോവാം. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തെറ്റായ പ്രൊസീജിയറിൽ കൂടി നടത്തിയിട്ടുള്ള സർജറികളുടെ പെർസെന്റേജ് ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഫോർമുല നോക്കാം. നമ്പർ ഓഫ് സർജറീസ് were the procedure was as followed, divided by number of surgeries performed into 100. Okay, number of surgeries were the procedure was as followed എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി നടത്തിയിട്ടുള്ള സർജറികളുടെ ടോട്ടൽ നമ്പർ. ഓക്കെ, തെറ്റായിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി നടത്തിയിട്ടുള്ള സർജറികളുടെ ടോട്ടൽ നമ്പർ divided by number of surgeries performed. എത്ര സർജറി പെർഫോം ചെയ്തു. സർജറി എല്ലാതും ചിലപ്പോ അങ്ങനെ മാറിപ്പോകണം, തെറ്റായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നില്ലേ. എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര എണ്ണത്തിന് ഇങ്ങനെ പാഴ്ചകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രൊസീജിയർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം എന്താണ് പറഞ്ഞത്. അപ്പോ നമ്പർ ഓഫ് സർജറീസ് ഫോർ ദ പ്രൊസീജിയർ വാസ് ആസ് ഫോളോഡ്. തെറ്റായിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി നടത്തിയിട്ടുള്ള സർജറികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര സർജറീസ് അവിടെ പെർഫോം ചെയ്തു ഇൻറ്റു 100. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഇത് പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? ബ്ലഡ് ബാങ്കിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ട്രാൻസ്ഫ്യൂഷൻ. ഉണ്ടാ? പഠിച്ചിട്ടുണ്ടാ? ഓർക്കുന്നുണ്ടാ? എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാല്? ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെ, ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ഡോണറിൽ നിന്ന് റെസിപ്പിയൻ ബോഡിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി ഹോസ്റ്റൽ റിയാക്ഷൻ ടു ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് കമ്പോണൻസ് ഷുഡ് ബി considered as a transfusion reaction. It may range from in a mild allergic reaction including chillicose to life-threatening complications such as Rayleigh and graft versus host diseases. ഇവിടെ പറയുന്നത് എന്താണ്? ഹോസ്റ്റൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ദോഷകരമായിട്ടുള്ള പ്രതികരണം. നമ്മൾക്ക് എന്താണ്? അനുയോജ്യമല്ലാത്ത ബ്ലഡുകളാണ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതെങ്കിൽ റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലേ? അനുയോജ്യമല്ലാത്ത ബ്ലഡ് ഇപ്പൊ നമ്മളുടെ ബോഡിയിലേക്ക് കയറ്റി കഴിയുകയാണെങ്കിൽ നമ്മളുടെ ബോഡി പ്രതികരിക്കും അല്ലെ, തീർച്ചയായും പ്രതികരിക്കും. അപ്പൊ അതിന്റെ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം
ബ്ലഡ് കമ്പോണൻസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ബോഡി റിയാക്ഷൻ ഉണ്ടാവും. ആ വ്യക്തിയുടെ ബോഡിയിൽ റിയാക്ഷൻ സംഭവിക്കാം. അതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അനുയോജ്യമല്ലാത്ത ബ്ലഡുകളാണ് കയറ്റുന്നതെങ്കിൽ റിയാക്ഷൻസ് സംഭവിക്കാം. ഓക്കെ, എങ്ങനെയൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവാം? ഇങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുമ്പോ എന്താണ് ചിൽ റിഗോസ് എന്ന് പറയുന്നുണ്ട് അല്ലെ? അവിടെ എന്താണ് ചിലപ്പോ ഒരു തണുപ്പ്, ആദ്യം ഒരു തണുപ്പ് ഉണ്ടാവും, പിന്നെ ഒരു വിറയലായിരിക്കാം, അങ്ങനെ അനുഭവപ്പെടാം. അനുയോജ്യമല്ലാത്ത രീതിയിൽ ബ്ലഡുകളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈഫ് ത്രെട്ടണിങ് കോംപ്ലിക്കേഷൻസ് വരെ സംഭവിക്കാം അല്ലെ? ട്രാലി, അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ്. ട്രാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് ടു അക്യൂട്ട് ലങ് ഇഞ്ചുറി ആണ് കേട്ടോ, ട്രാലി. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ട്രാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ആണ് ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് acute lung lung injury. Okay, transfusion related acute lung injury. ഓക്കെ, ട്രാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇഞ്ചുറി ആണ് കേട്ടോ. ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, അത് ലങ്ങില് എക്സസ് ആയിട്ട് ഫ്ലൂയിഡ് അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ട്രാലി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിയാക്ഷൻസ് സംഭവിക്കാം. അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ കേട്ടിട്ടില്ലേ? മജ്ജ മാറ്റിവെക്കുന്നത് കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ അതെങ്ങനെയാ നടക്കുന്നത്? മറ്റൊരാളുടെ കയ്യിൽ നിന്നും സ്റ്റെം സെൽസുകൾ സ്വീകരിക്കുമ്പോ നമ്മുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരം അറ്റാക്ക് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മജ്ജയൊക്കെ മാറ്റിവെക്കുമ്പോ നമ്മുടേതല്ല, മറ്റൊരാളുടെയാണല്ലോ നമ്മൾ സ്വീകരിക്കുന്നത്. അത് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ അപ്പൊ ശരീരം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടേതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോ ട്രാലി ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് ഉണ്ട് കേട്ടോ. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പെർഫോംഡ് ഇൻടു 100. എങ്ങനെയാണ്? എത്ര പേർക്ക് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, എത്ര പേർക്ക് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ്. ഓക്കെ, എത്ര പേർക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇൻടു 100. ക്ലിയർ ആയോ? ഓക്കെ, എത്ര പേർക്ക് റിയാക്ഷൻസ് ഉണ്ടായി? നമുക്ക് എല്ലാവർക്കും റിയാക്ഷൻസ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പൊ ഏതാനും ചിലർക്കൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പൊ എത്ര പേർക്ക് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡ് ബൈ എത്ര പേർക്ക് ട്രാൻസ്ഫേർഡ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, ഇൻടു 100. കറക്റ്റ് ആയിട്ട് ബ്ലഡ് കമ്പോണൻസ് അനുയോജ്യമല്ലാത്തത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ റിയാക്ഷൻസ് ഉണ്ടാകുന്നത് അല്ലെ? ഓക്കെ, എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള കാര്യം കൊടുക്കുന്നത്. ഏതാനും ചിലർക്ക് അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻസ് ഉണ്ടാവാം അല്ലെ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ട്രാൻസ്ഫേർഡ് ടു 100. ഓക്കെ, ക്ലിയർ ആയോ? അയച്ചു നോക്കിട്ടോ.
നെക്സ്റ്റ് നോക്കിയാലോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 10th വന്നിട്ടാ. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ഓക്കെ, എന്താണ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാല്? എന്താ മീനിങ്? എന്താ മോർട്ടാലിറ്റി? മോർട്ടാലിറ്റി റേഷ്യോ, മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ പറയാറുണ്ട്. എന്താ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാല്? ധാർമ്മികതയാണ്. മോർട്ടാലിറ്റി റേറ്റ് എന്താ? മോർട്ടാലിറ്റി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? മോർട്ടാലിറ്റി റേറ്റ് ഡെത്ത് റേറ്റ്, മരണനിരക്ക് അല്ലേ? ഓക്കെ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. ICUല് ഫോം ചെയ്തിട്ടുള്ള മരണനിരക്ക് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ദി perceived actual mortality and anticipated mortality for specific time period. എന്താണ്? രണ്ട് രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പറയാൻ പറ്റും നമുക്ക് ആക്ച്വൽ മോർട്ടാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി ഉണ്ട്. ആക്ച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അല്ലെങ്കിൽ പെർസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട് അല്ലെ? യഥാർത്ഥത്തിൽ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ആക്ച്വൽ മോർട്ടാലിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറയാം. ICUയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് അല്ലെ, അവരെന്താണ്? റിക്കവർ ആയിട്ട് വരാം, അല്ലെങ്കിൽ മരണപ്പെടാം അല്ലെ? സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ. അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷിക്കാവുന്നത്, നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ വെന്റിലേറ്റർ ഊടിക്കഴിഞ്ഞാൽ മരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നത്, പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? ഓക്കെ, അത് രണ്ട് തരത്തിലാണ് അവിടെ പറയുന്നത് കേട്ടോ. ആക്ച്വൽ, പെർസീവ്ഡും ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റിയും. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്നുള്ള അർത്ഥം, ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാവുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ, ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ predicted death in ICU into 100. മനസ്സിലായില്ലേ? ഓക്കെ, ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ICU വെച്ച് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. ICUയിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ റിക്കവർ ആവാം, അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കാം, അങ്ങനെയുള്ള രീതിയിൽ. ഇനി അതുപോലെ തന്നെ പ്രെഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെ, മരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ predicted death in ICU into 100. ഇനി നെക്സ്റ്റ് ആണ് റിട്ടേൺ ടു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. അപ്പൊ എന്താ അവിടെ പറയുന്നത്? ഈ 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നിട്ടുള്ള പേഷ്യൻസിന്റെ റേറ്റ് സെയിം എന്താണ്? ആ കംപ്ലൈന്റ്സ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള കംപ്ലൈന്റ്സ് ആയിട്ട് 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നിട്ടുള്ളവരുടെ റേറ്റ്. അതായത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് അറിയാം. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, രാത്രിയാണ് കേട്ടോ, രാത്രി സംഭവിച്ചതാണ്. ഒരു പേഷ്യന്റിന് ഭയങ്കര കഠിനമായിട്ടുള്ള വയറുവേദന വന്നു. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും അല്ലെ? എവിടേക്കാ? രാത്രിയിൽ ഡോക്ടേഴ്സ് ഉണ്ടാവോ? ഇല്ല. എവിടേക്ക് കൊണ്ടുവരുമ്പോ നമ്മള് കാഷ്വാലിറ്റിയിലോട്ട് അത് കൊണ്ടുവരും. അവിടെ ആരുണ്ടാവും? ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അങ്ങനെ കൊണ്ടുവന്നു, അവർ ഇഞ്ചക്ഷൻ എടുത്തു. പെട്ടെന്ന് തന്നെ വയറുവേദന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞപ്പോ അവര് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തു. വേദന കുറഞ്ഞു. ഓക്കെ, വേദന കുറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി അവര്. ഇനി അതിനുശേഷം പിന്നെയും വീട്ടിലെത്തിയപ്പോ എന്താണ്? കുറച്ചു നേരത്തെ കഴിഞ്ഞപ്പോ പിന്നെയും വയറുവേദന വന്നു. അപ്പൊ എന്താണ്? പിന്നെയും ഹോസ്പിറ്റലിലോട്ട് നമ്മൾ കൊണ്ടുവരും ഇല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത്? 72 മണിക്കൂറിനുള്ളില് പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു അല്ലെ ഹോസ്പിറ്റലിലേക്ക്. അതാണ് പറയുന്നത്. സെയിം തന്നെ, സെയിം കംപ്ലൈന്റ് ആയിട്ട് വയറുവേദന വന്നു, അങ്ങനെ ഡോക്ടറെ കണ്ടു, ഇഞ്ചക്ഷൻ എടുത്ത് പോയി, പിന്നെയും ആ സിമിലർ കേസ് ആണ് വരുന്നത്. വയറുവേദന പിന്നെയും വന്നു, പിന്നെ നമ്മൾ 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു കൊണ്ടുവന്നു.
ക്ലിയർ ആയോ? അതിന്റെ റേറ്റ്, അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, നമ്പർ ഓഫ് റിട്ടേൺ ടു എമർജൻസി within 72 hours with a similar presenting complaints divided by number of patients who have come into the emergency into 100. അപ്പൊ ഇവിടെ നോക്കിയേ, എന്താണ് 72 മണിക്കൂറിനുള്ളിൽ ആ സിമിലർ കംപ്ലൈന്റ് ആയിട്ട് എത്ര പേര് വന്നിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എമർജൻസി കേസസുകളായിട്ട് വന്ന പേഷ്യൻസിന്റെ എണ്ണം ടോട്ടൽ എഴുതാം അവിടെ ഇൻറ്റു 100. എല്ലാവർക്കും സിമിലർ കേസ് ആയിട്ട് പിന്നെയും കൊണ്ടുവരണമെന്നില്ല അല്ലെ, ഏതാനും ചിലരെ മാത്രമേ അങ്ങനെ കൊണ്ടുവരുള്ളൂ അല്ലെ. എത്ര പേര് ആ ദിവസത്തിൽ വന്നിട്ടുണ്ട്, എമർജൻസി ആയിട്ട് വന്നിട്ടുണ്ട്, അവരുടെ എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു നമ്മള്, അവരുടെ എണ്ണം നമ്മൾ എഴുതാം. അതിനുശേഷം എന്താണ്, അവിടെ 72 മണിക്കൂറിനുള്ളില് സിമിലർ കേസ് ആയിട്ട് എത്ര പേര് വന്നിട്ടുണ്ട് എന്നുള്ളത് എഴുതാം ഇൻറ്റു 100. ഓക്കെ, ഞാൻ അടിയിൽ നിന്നും മേലേക്കാണ് പോയത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതാം. ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, എന്താ, 72 മണിക്കൂറിനുള്ളിൽ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സിമിലർ കേസസുകളായിട്ട്, സിവിൽ കംപ്ലൈൻസുകളായിട്ട് അല്ലെ, ആ കേസസുകളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നവരുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് എഴുതാം. പിന്നെ എന്താ, ഡിവൈഡഡ് ബൈ എത്ര പേര് എമർജൻസി കേസസുകളായിട്ട് വന്നിട്ടുണ്ട് ഇൻറ്റു 100. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇൻസിഡൻസ് ഓഫ് എ ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് പ്രഷർ അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിറ്റിംഗ് വിത്ത് സോർ ഫോർ 1000 patient days. എന്താണ് പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞാല്? അൾസേഴ്സ്, പ്രഷർ അൾസേഴ്സ് എന്തായിരിക്കാം? മീനിങ് പറയാൻ പറ്റോ? എന്താണ് അൾസേഴ്സ് എന്ന് പറഞ്ഞാല്? പ്രഷർ അൾസേഴ്സ് ഓക്കെ, എന്താണ് അൾസേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്രണങ്ങൾ എന്നാണല്ലോ അർത്ഥം വരുന്നത്. ഓക്കെ, വ്രണങ്ങൾ.
A pressure ulcer is a localized injury to the skin and or underlying tissue, normally over a bony prominence as a result of pressure or pressure in consolidation with the shear and or friction. Okay, ഇവിടെ പറയുന്നത് ഈ വ്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കലൈസ്ഡ് ഇഞ്ചുറി ആണ്, സ്കിന്നിൽ വരുന്ന ഒരു ഇഞ്ചുറീസ് ആണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറെ നാളെ രോഗികൾ കിടന്നു കഴിയുമ്പോൾ അവരുടെ പുറമൊക്കെ ഇങ്ങനെ പൊട്ടുന്നത് കാണാം ഇല്ലേ? അതുപോലെ തന്നെ നമ്മള് ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവിടെയൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ പൊട്ടുന്നത് കാണാം, തൊലിയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടല്ലേ, വ്രണങ്ങള് പോലെ അല്ലെ? അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മള് കൂടുതൽ പ്രഷർ കൊടുത്ത് കിടക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും എന്താ ഈ മുറിവുകൾ എന്തെങ്കിലും ചിലപ്പോൾ കൊണ്ട് മുറിവുകൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാവാം, ചിലപ്പോ എന്താ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉരയുന്നത് കൊണ്ടാവാം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ നനഞ്ഞ് അല്ലെ, മോഷനും അതുപോലെ തന്നെ യൂറിനൊക്കെ പോയി നനയുമ്പോൾ അവിടെ ഇങ്ങനെ തൊലി ഇങ്ങനെ അലക്കാൻ തുടങ്ങും അല്ലെ, അതും അങ്ങനെ സംഭവിക്കാം. ചില കാര്യങ്ങൾ കൊണ്ട് ഉരയുന്നത് കൊണ്ടാവാം അങ്ങനെ ഈ വ്രണങ്ങൾ സംഭവിക്കുന്നത്. അതിന്റെ റേറ്റ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ അതിന്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് പേഷ്യൻസ് ഹു ഡെവലപ്ഡ് ന്യൂ ഓർ worsening ഓഫ് പ്രഷർ അൾസർ ഡിവൈഡഡ് ബൈ ട്ടോ, അവിടെയാണ് ഓൾ ഡിവൈഡഡ് ബൈ വരുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻടു 1000. ഓക്കെ, അവിടെ പറയുന്നത് എന്താ, ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പേഷ്യൻസിന് പുതിയതായിട്ട് പ്രഷർ അൾസേഴ്സ് ഉണ്ടായവര് ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്താ ഓൾറെഡി ഉണ്ടായിട്ട് അത് ബ്രോസനിങ് എന്ന് പറഞ്ഞാല് മോശമായിട്ടുള്ള രീതിയിലേക്ക് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ബ്രോസനിങ് സംഭവിച്ചവരുടെ ടോട്ടൽ നമ്പർ എത്രയാണ്, അത് എവിടെ ഇതാ ഓൾ ഡിവൈഡഡ് ബൈ എത്ര പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് അല്ലെ, എത്ര പേഷ്യന്റ് വന്നിട്ടുണ്ട് അവരുടെ ടോട്ടൽ നമ്പർ ഇൻടു 1000. മനസ്സിലായോ? എത്ര പേർക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്, ഓൾറെഡി ഉണ്ടായിട്ട് വളരെ മോശമായവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ എത്ര പേര്, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ്, അവരുടെ ടോട്ടൽ നമ്പർ ഏതാ, പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഏതാ, ഇൻടു 1000. ക്ലിയർ ആയോ? പ്രഷർ അൾസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്രണങ്ങൾ കേട്ടോ, വ്രണങ്ങൾ ഉണ്ടായിട്ട് ഉള്ളവരുടെ എണ്ണം. പിന്നെ നെക്സ്റ്റ് ആണ് എന്ത്, catheter associated urinary tract infection rate. Okay, number of urinary catheter associated urinary tract infections in the month divided by number of urinary catheter days in that month into 1000. ഇവിടെ പറയുന്നത് എന്താ, നമുക്ക് ഇപ്പോ യൂറിനറി കത്തീറ്റർ ഇട്ട് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ യൂറിനൊക്കെ ഇപ്പോ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ മൂത്രമൊക്കെ അല്ലെങ്കിൽ യൂറിനൊക്കെ കറക്റ്റ് ആയിട്ട് പോകില്ല അല്ലെ, മരുന്നുകളും അത് കഴിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോ അവർക്ക് പോവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, ട്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട് ഇല്ലേ, അപ്പന്മാർക്കായാലും അമ്മമാർക്കൊക്കെ ആയാലും ട്യൂബ് ഇട്ട് കൊടുക്കുന്നത് കാണാം അല്ലെ. ഓക്കെ, അങ്ങനെ ട്യൂബ് ഇടുമ്പോ കറക്റ്റ് ആയിട്ട് യൂറിൻ പോകുന്നത് കാണാം, അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ യൂറിൻ പോകും. ചിലവർക്ക് ഇങ്ങനെ യൂറിൻ പോകാതെ വയറുവേദന, എന്റെ മദറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവര് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ വളരെ ബുദ്ധിമുട്ടായിരുന്നു, എല്ലാ കംപ്ലൈന്റും ഉണ്ടായിരുന്നു ആൾക്ക്. എന്താ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, ഹാർട്ട് ഫുൾ ബ്ലോക്ക് ആണ്, അതുപോലെ തന്നെ കിഡ്നി കംപ്ലൈന്റ് ഉണ്ട്. അപ്പോ അങ്ങനെ അഡ്മിറ്റ് ആയ ടൈമില് ഈ എന്താ യൂറിൻ പോകാതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, വയറുവേദന ഒക്കെ എടുത്തിട്ട് ഭയങ്കര ആൾക്ക്. പിന്നെ ഒരു ദിവസം 6 ഗ്ലാസ് വരെയും വെള്ളം കൊടുക്കാൻ പാടുള്ളൂ മാക്സിമം, അല്ലെങ്കിൽ അത് പിന്നെ അത് യൂറിനൊക്കെ പോവാതെ കിഡ്നി കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് തന്നെ നീരായിട്ട് മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ഗ്ലാസ് വെള്ളം മാക്സിമം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോ വെള്ളം കുടിക്കുന്നതനുസരിച്ച് യൂറിനും പോകണം. അപ്പൊ യൂറിന്റെ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊരു യൂറിൻ പോകാനായിട്ടുള്ള നമുക്ക് മൂത്രം കളയാനായിട്ടുള്ള ഒരു ക്യാനൊക്കെ തരും. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് അവിടെ എഴുതിയൊക്കെ വെക്കണം. ഓക്കെ,
അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ആൾക്ക് ഇങ്ങനെ യൂറിൻ പോവാതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു, ട്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ കുത്തിക്കളഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ പേഷ്യൻസിന്, ഭൂരിഭാഗം പേഷ്യൻസിന് വരുന്നതാണ് ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ. ട്യൂബ് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് നാള് കഴിയുമ്പോൾ മാറ്റി പുതിയത് ഇടണം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് വരും. പസ് പോലെ മൂത്രത്തിൽ കൂടി ഇങ്ങനെ പസ് പോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും ചെറുതായിട്ട് ഇങ്ങനെ. അതൊക്കെ ശരിക്കും പറഞ്ഞ അനുഭവം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇപ്പൊ ആള് മരിച്ചു, 1 മാസം ആവാറായി. അപ്പൊ അങ്ങനെ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കണം. പിന്നീട് വൈകുന്നേരം ആകുമ്പോൾ EC ഹോസ്പിറ്റലായിരുന്നു എറണാകുളത്ത്. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് കാലത്ത് തിരിച്ചു വരാ, ക്ലാസ്സിൽ വരാ, പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോവാ. അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞൊരു 2 മാസമായിട്ട് ഞങ്ങൾ അങ്ങനെ, ഞാനും ഹസ്ബൻഡും, വേറെ ആരുമില്ല, ഒറ്റ മോനാണ്. അപ്പൊ ഇങ്ങനെ മാറി ആളെ നൈറ്റ് ജോലിക്ക് പോകും, ഞാൻ ചെല്ലുമ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മളെ അനുഭവം, നമ്മള് പറയണമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോ ഒക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ എന്താ ഏതൊരു പേഷ്യൻസിനായാലും ഇങ്ങനെയുള്ള കത്തീറ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂറിൻ ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകൾ ഇൻഫെക്ഷൻ വരും. അത് ഇങ്ങനെ പസ് പോലെ മൂത്രത്തിൽ കൂടി ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇൻഫെക്ഷൻ വച്ച് എല്ലാവർക്കൊന്നും വരില്ല, കുറച്ച് പേർക്കൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ റേറ്റ് ആണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം, ഫോർമുല നോക്കാം. നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ്, UTI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ അസോസിയേറ്റഡ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇൻ month divided by number of urinary catheter days in that month into 1000 patient days ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1000 എന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. ഒരു മാസത്തില് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം. ഓക്കെ, എല്ലാവർക്കും വരണമെന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാനും ചിലർക്കാണ്. അപ്പോ അങ്ങനെ ട്യൂബ് ഇടുമ്പോ, കത്തീറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോ എത്ര പേർക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂറിനറി കത്തീറ്റർ ഡേയ്സ് ഇൻ ദാറ്റ് മന്ത് അല്ലെ. ആ മാസത്തിൽ, ഒരു മാസത്തില് എത്ര ആളുകൾക്കാണ് യൂറിനറി കത്തീറ്റർ ഉപയോഗിച്ചത്, കത്തീറ്റർ ഇട്ടിട്ടുള്ളത്, അവരുടെ എണ്ണം ഡിവൈഡ് ബൈ 1000. ഓക്കെ, എത്ര ആ മാസത്തില് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുള്ളവരുടെ എണ്ണം ഡിവൈഡ് ബൈ എത്ര പേർക്ക് കത്തീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, അവരുടെ എണ്ണം ഇൻടു 1000. ഓക്കെ, ഇനി നെക്സ്റ്റ് കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഒരു ഫോർമുലയും കൂടി എടുക്കാം കേട്ടോ. എന്താ? വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ് അല്ലെ. വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ചിലവർക്ക് എന്ത് വരാം? ന്യൂമോണിയ വരാം ഇല്ലേ. നമ്മള് വെന്റിലേറ്റർ പഠിച്ചപ്പോ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവർക്ക് അനങ്ങാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, തിരിയാൻ പറ്റില്ല, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇല്ലേ. അപ്പൊ എന്താണ്, ഇങ്ങനെ കിടക്കുമ്പോ ആ ട്യൂബ് നമ്മുടെ ഇതിൽ കൂടി കടത്തുമ്പോ അല്ലെ, ത്രോട്ടിൽ കൂടിയാണ് കിടക്കുന്നത് അല്ലെ, ലങ്സിലേക്ക് നമുക്ക് ഒരു എയർവേ പാസ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അല്ലെ, ഓക്സിജൻ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ട്യൂബ് ഇടുമ്പോ ലെൻസിൽ എന്ത് വരാം? ഇൻഫെക്ഷൻ സംഭവിക്കാം അല്ലെ. അങ്ങനെ ന്യൂമോണിയയിലേക്ക് മാറാം ഇല്ലേ. പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല, ആരോർക്കുന്നില്ല? ഉണ്ട്, അമൽജിത്തിന് ഓർമ്മയുണ്ട്. ഓക്കെ, ഒരാൾക്കെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താ, അപ്പൊ വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ന്യൂമോണിയ വരണമെന്നില്ല അല്ലെ. എല്ലാവരും, ചില ആളുകളൊക്കെ ആ വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് റിക്കവർ ആയി എന്നുള്ളത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ചിലവരെ മരണപ്പെടാം. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ എല്ലാവർക്കും വരണമെന്നില്ല. അപ്പൊ അതിന്റെ റേറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന. ഫോർമുല നോക്കി,
number of a ventilator associated pneumonia in a month divided by the number of ventilator days in that month in 2000. എന്താണ് ഒരു മാസത്തില് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമോണിയ വന്നവരുടെ എണ്ണം divided by number of ventilator days in that month. വെന്റിലേറ്റർ ഉപയോഗിച്ചവരുടെ എണ്ണം ആ മന്തില് വെന്റിലേറ്റർ ഉപയോഗിച്ചവർ എത്രയാണ്, എത്ര പേർക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട് അവരുടെ എണ്ണം into 1000. മനസ്സിലായോ? ഞാൻ അതിൽ നിന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ എഴുതാ, നമ്പർ ഓഫ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഇൻ എ മന്ത് അല്ലെ. എന്താ ആ മാസത്തില് വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ട് വെന്റിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂമോണിയ വന്നവരുടെ എണ്ണം divided by ആ മാസത്തിൽ എത്ര പേര് വെന്റിലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് into 1000. ഓക്കെ, ആ 3 കാര്യങ്ങളും വായിച്ചു നോക്കി. 12 മുതൽ 14 വരെ ഒന്ന് വായിക്കാം. എന്നിട്ട് മിസ് അണ്ടർലൈൻ ചെയ്ത് തരാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്ത് തരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 7 വരെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ആ പേജിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 9th one, percentage of a transfusion reaction. Percentage of a transfusion reaction. 10th one, standardized mortality ratio for ICU. 9, 10. നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് വൺ, നമ്മൾ നേരത്തെ പറഞ്ഞ ലാസ്റ്റ് വൺ ആണ്. എന്ത്, വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഓക്കെ, 14 കേട്ടോ. 14, 9, 10, 14 കേട്ടോ. ഓക്കെ, 3 മാർക്ക് ചെയ്ത് വെച്ചോ. ഓക്കെ, ഓക്കെ, അപ്പോ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. താങ്ക് യു.